അങ്ങനെ ഒരു 3-4 മാസത്തിന് ശേഷം ഇന്ന് നമുക്കൊരു സൺഡേ വ്ളോഗാണ്. അപ്പോൾ ലെറ്റ്സ് കണ്ടിന്യൂ ആണോ അല്ല ലെറ്റ്സ് വെൽക്കം മൈ സൺഡേ വ്ളോഗ് ലക്കി ചാം വിത്ത് ജം. നമുക്കെന്ന് തുടങ്ങാം. പ്രത്യേകിച്ച് ഒരു മാറ്റങ്ങളും ഇല്ലാതാണ് ഇപ്പോഴും എൻ്റെ ജീവിതം കടന്നു പോകുന്നത്. അപ്പോൾ നമുക്ക് എന്നത്തെയും പോലെ തന്നെ ക്ലീനിങ്ങിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. രാവിലെ എഴുന്നേറ്റു, ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞു. എൻ്റെ കുഞ്ഞു കുഞ്ഞു പരിപാടികൾ എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ക്ലീനിങ്ങിലേക്ക് കടന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം എൻ്റെ വീട്ടിൽ അമ്മ ഞങ്ങളെ നാത്തൂനെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു തൂത്തുകട എല്ലാം കഴിഞ്ഞതാണ്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് തുടച്ചാൽ മതി. അപ്പോൾ അതെല്ലാം നമ്മളത് പെട്ടെന്ന് തന്നെ ചെയ്യുകയാണ്. പിന്നെ ഞങ്ങളുടെ റൂമിൽ വന്ന് ബെഡെല്ലാം ഓക്കെ ആക്കി. അപ്പോൾ അങ്ങനത്തെ പരിപാടികളാണ് രാവിലെ തന്നെ. ഇതെല്ലാം തീർത്തിട്ട് വേണം എനിക്കൊന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് ഇങ്ങനെ റെസ്റ്റ് എടുക്കാൻ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ഞാനാണ് ഈ വീട്ടിലെ ജോലിയെല്ലാം ചെയ്യുന്നത്. ഒരിക്കലുമല്ല, ഞാൻ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു പണികൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അല്ലാതെ വലിയ വലിയ ജോലികളൊന്നും ചെയ്യാൻ ഞാൻ ആയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്ന് എനിക്കോ ചേട്ടനോ വലിയ പരിപാടിയൊന്നുമില്ല. കാരണം ഈ ആഴ്ച മൊത്തം ജോലിയുടെയൊക്കെ തിരക്കായിട്ട് ആൾ ഓട്ടമായിരുന്നു. അപ്പോൾ ആൾക്ക് ഇന്നല്ലേ ഒരു റെസ്റ്റ് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ആൾ ഇന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വെച്ചാൽ ഞാനും വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. വേറെ പരിപാടി അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ലേ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയി കഴിച്ചായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഇന്ന് രാവിലെ അപ്പവും ചിക്കൻ സ്റ്റൂ ആയിരുന്നു. അപ്പോൾ അതെല്ലാം പോയി കഴിച്ചിട്ടൊക്കെയാണ് ഞാൻ ഈ പണിയെടുക്കുന്നത്. നിങ്ങൾ വിചാരിക്കരുത് ഈ കുട്ടി കഴിക്കാതെയാണ് പണിയെടുക്കുന്നത്. അങ്ങനെ ഒരിക്കലുമല്ല. ഇടയ്ക്ക് ഞാൻ പോയി കഴിച്ചിട്ടാണ് ഈ ക്ലീനിങ് എല്ലാം ചെയ്യുന്നത്. പിന്നെ എനിക്കൊരു ആഗ്രഹമുണ്ട്, ഇവിടെ എന്തെങ്കിലുമൊക്കെ റീഅറേഞ്ച് ചെയ്യണമെന്ന്. നിങ്ങളുടെ അഭിപ്രായം എന്താ? എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സാധനം മാറ്റോ എന്തെങ്കിലും വേണോ? അതും കൂടെ ഒന്ന് പറയണേ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഓടിപ്പോയി നമ്മുടെ കുഞ്ഞിപ്പെണ്ണാണ് കേട്ടോ. കുഞ്ഞിപ്പെണ്ണിൻ്റെ കാര്യം ഒന്നും പറയണ്ട. അവളെ തിരക്കിയപ്പോൾ ഓരോ പൂച്ചകൾ വരും, അവൾ അതിൻ്റെ കൂടെ പോവും, പിന്നെ എപ്പോഴേലൊക്കെ വരും. അങ്ങനെ ഒരു ജീവിതമാണ് ഇപ്പോൾ അവളുടേത്. ഇപ്പോൾ കുഞ്ഞനാണ് ഞങ്ങളുടെ കൂടെ ഇങ്ങനെ പുറകെ ഇങ്ങനെ നടക്കുന്നത്. നേരത്തെ കുഞ്ഞിയുടെ സ്ഥാനമായിരുന്നു അത്. പക്ഷേ അവൾക്കിപ്പോൾ വേറെ കൂട്ടുകാരെ കിട്ടിയതുകൊണ്ട് അവളിപ്പം അവരുടെ പുറകെ ഇങ്ങനെ അങ്ങ് പോവുക. മൈ ലൈഫ് മൈ റൂൾസ് എന്ന് പറയുന്ന ഒരു രീതിയിലാണ് ഇപ്പോൾ അവളുടെ ഇഷ്ടം പോലെ നടക്കട്ടെ. നമുക്ക് നമ്മുടെ വിഷയത്തിലോട്ട് വരാം. അങ്ങനെ തൂപ്പെല്ലാം കഴിഞ്ഞു. ഇപ്പം നമ്മളെല്ലാം റൂമെല്ലാം തുടച്ചെടുക്കുകയാണ്. അപ്പോൾ ആദ്യം റൂമുകളെല്ലാം ചെയ്തിട്ട് പിന്നെ ഹോള് സിറ്റ് ഔട്ട്, ആ ഒരു രീതിയിലാണ് ഞാൻ എപ്പോഴും തുടയ്ക്കുന്നതൊക്കെ. പിന്നെ ഇടയ്ക്ക് ഞാൻ പോയി വെള്ളമൊക്കെ കുടിച്ചിട്ട് വന്നു. അങ്ങനെ ആയിരുന്നു. ഇടയ്ക്കൊന്ന് റെസ്റ്റ് എടുത്തിട്ടാണെന്ന് തോന്നുന്നു ഞാൻ തുടച്ചത്. ഞാൻ ഇപ്പോൾ വോയിസ് ഓവർ എടുക്കുന്ന കുറച്ചധികം ദിവസം കഴിഞ്ഞിട്ടാണ്. അതായത് പകുതി വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്ത് വോയിസ് ഓവർ എല്ലാം കൊടുത്ത് സെറ്റ് ചെയ്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ അടുത്ത വോയിസ് ഓവർ കൊടുക്കുന്നത്. അങ്ങനെ ആ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഞാൻ പിന്നെ അടുക്കളയിൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നു. അപ്പോൾ ഞാൻ രാവിലെ ഇഷ്ടമുള്ള ഈ ആൾക്ക് തേങ്ങ പൊട്ടണം. അങ്ങനെ ഇതൊക്കെ ഭയങ്കര ശീലമാണ്. ഇതാണ് കുഞ്ഞ്. ഇവന് അങ്ങനത്തെ കുറേ വൃത്തികെട്ട ശീലങ്ങളുണ്ട്. രാവിലെ എഴുന്നേറ്റ് തുടങ്ങി ഇവന് മീൻ വേണം, അത് കഴിഞ്ഞ് ഇവന് തേങ്ങ വേണം, എന്നിട്ട് ഇവന് ബ്രേക്ക്ഫാസ്റ്റ് വേണം. ഇങ്ങനൊരു രീതിയിലാണ് ഇവൻ്റെ രാവിലത്തെ പോക്ക്. രാവിലെ ഒരു ഗുസ്തി പിടുത്തം തന്നെയാണ് അടുക്കളയിൽ. എന്നിട്ട് ഞാൻ വേഗം പോയി കുളിച്ച് ഇപ്പോൾ റെഡി ആയിട്ട് വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഉച്ചയായപ്പോഴത്തേക്ക് ഇവിടുത്തെ ഫാൻ ഒന്ന് കംപ്ലയിൻ്റ് ആയി. ഞങ്ങളുടെ ഫാൻ ഒന്ന് കംപ്ലയിൻ്റ് ആയി. അപ്പോൾ ഒരെണ്ണം പുതിയത് മേടിക്കാമെന്ന് വെച്ച് ഞങ്ങളൊരു ഹോൾസെയിൽ കടയിൽ പോയിട്ട് ഫാനൊക്കെ മേടിക്കാനുള്ളതാണ്. അപ്പോൾ ചേട്ടനോട് ഫാൻ നോക്കിക്കൊണ്ടിരിക്കുക. നമുക്കാണെങ്കിൽ ടോയുടെ സെക്ഷനും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളല്ലേ അതൊക്കെയാണല്ലോ നോക്കുന്നത്. പിന്നെ എനിക്ക് കോൾ വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ സംസാരിച്ച് പിന്നെ ഞാൻ വീഡിയോസ് ഒന്നും എടുത്തില്ല. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളേ. അപ്പോൾ ഓക്കെ, ബായ്. അടുത്ത വീഡിയോ കാണാം.